ഒരു കാലത്ത് CPM-ന്റെ രാഷ്ട്രീയ പിന്തുണയിൽ അനായാസം കുറ്റകൃത്യങ്ങൾ നടത്തി വിലസിയിരുന്ന സംഘം. ചൊക്ലി മോഡൽ വെട്ടുവെട്ടി പ്രതിയോഗിയുടെ മുഖം വികൃതമാക്കി വധിക്കുന്ന ക്രിമിനൽ സംഘം. ഈ സംഘത്തിനാണ് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെടുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതി ശിക്ഷിച്ച പ്രതികളിൽ ബഹുഭൂരിപക്ഷം പേരും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളവരാണ്. ഗൂഢാലോചനക്കാരിൽ ചിലർ കോഴിക്കോട്ടുകാരാണെങ്കിലും നടപ്പാക്കിയത് കണ്ണൂരുകാർ തന്നെയായിരുന്നു. ഗൂഢാലോചന നടത്തിയ CPM പ്രാദേശിക നേതാക്കളും കൊല നടത്തിയ ഗുണ്ടകളും അടങ്ങുന്ന ക്രിമിനൽ സംഘമാണ് ഈ സ്ക്വാഡ് അംഗങ്ങൾ. കോഴിക്കോട് ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന പാനൂർ ചൊക്ലി പ്രദേശത്തു നിന്നുള്ളവരാണ് പ്രതികളിൽ ഏറെയും. കണ്ണൂർ കഴിഞ്ഞാൽ മാഹി സ്വദേശികൾക്കാണ് പ്രതിപട്ടികയിൽ രണ്ടാം സ്ഥാനം. 14 പ്രതികളിൽ KC രാമചന്ദ്രനും KK കൃഷ്ണനും മാത്രമാണ് കോഴിക്കോട്ടുകാർ. ഇപ്പോൾ പരോൾ പോലും ലഭിക്കാത്ത വിധത്തിൽ കോടതി പൂട്ടിയിരിക്കുന്ന ക്രിമിനലുകൾ ഇവരാണ്. ഒന്നാം പ്രതി MC അനൂപ് കണ്ണൂർ പാനൂർ ചെണ്ടയോട് സ്വദേശിയാണ്. TPയെ ഇടിച്ചു വീഴ്ത്തിയ ഇന്നോവ ഓടിച്ചയാൾ. മുമ്പ് RSSൽ പ്രവർത്തിച്ച ഇയാൾ ഗൂഢാലോചനകളിലും പങ്കാളിയാണ്. മൂന്നാം പ്രതി കൊടിസുനിയും കണ്ണൂരുകാരൻ തന്നെ. ചൊക്ലി നെടുമ്പറം സ്വദേശിയായ ഇയാൾ മുമ്പ് RSSൽ പ്രവർത്തിച്ചു. നാലാം പ്രതി TK രജീഷ് കണ്ണൂർ പാട്ടിയം പത്തായക്കുന്ന് സ്വദേശിയാണ്. വിദ്യാർത്ഥി കാലം തൊട്ടേ ക്രിമിനൽ സംഘത്തിൽ ഉൾപ്പെടുന്നു. അഞ്ചാം പ്രതി മുഹമ്മദ് ഷാഫി ചൊക്ലി സ്വദേശിയാണ്. പാർട്ടി പറഞ്ഞാൽ എന്തും ചെയ്യുന്നയാളെന്നാണ് കുറ്റപത്രത്തിലുള്ളത്. ആറാം പ്രതി അണ്ണൻ സിജിത്ത് പാനൂർ ചമ്പാട് അരയാക്കുൾ സ്വദേശിയാണ്. കൊലപാതകമടക്കം ഒട്ടേറെ കേസുകളുള്ള കൊട്ടേഷൻ സംഘാംഗം. 11-ാം പ്രതി ട്രൗസർ മനോജ് പാനൂരിനടുത്ത ചെറുപ്പറമ്പ് കൊളവല്ലൂർ സ്വദേശിയാണ്. 13-ാം പ്രതി അന്തരിച്ച PK കുഞ്ഞനന്ദനും പാനൂർ സ്വദേശി തന്നെ. 31-ാം പ്രതി ലെമ്പു പ്രദീപനും ചൊക്ലി സ്വദേശി. ഇന്നോവയിലെത്തിയ പ്രതികളുടെ വാൾ ഒളിപ്പിച്ചു എന്നതാണ് കുറ്റം. വിചാരണ കോടതി വെറുതെ വിട്ട ശേഷം ഹൈക്കോടതി പ്രതികളാക്കിയ 12-ാം പ്രതി ജ്യോതി ബാബുവും ചൊക്ലി സ്വദേശി തന്നെ. ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഇയാൾ CPM-ന്റെ മുൻ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. 2-ാം പ്രതി കീർമാണി മനോജ് മാഹി പന്തക്കൽ സ്വദേശിയാണെങ്കിലും പ്രവർത്തന മേഖല കണ്ണൂരാണ്. കൊല നടക്കുന്ന വേളയിൽ തന്നെ പള്ളൂർ സ്റ്റേഷനിൽ 15-ലേറെ ക്രിമിനൽ കേസിൽ പ്രതിയാണ്. 7-ാം പ്രതി K ഷിനോജും മാഹി സ്വദേശി തന്നെ. ഈ ക്രിമിനൽ സംഘത്തെ പൂട്ടിയത് KK രമയെന്ന പെണ്ണൊരുത്തിയാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പഴുതുകൾ നൽകാതെയുള്ള നിയമ പോരാട്ടമാണ് പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയത്. ഇവരുടെ നിശ്ചയദാർഢ്യം നിറഞ്ഞ പോരാട്ടം തന്നെയാണ്. KK രമ MLAയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് P കുമാരൻകുട്ടിയുടെയും നേതൃത്വത്തിലാണ് കേസ് നടന്നത്. വിചാരണ കോടതിയിൽ പ്രോസിക്യൂട്ടറായിരുന്ന അഡ്വക്കേറ്റ് CK ശ്രീധരൻ സ്ഥാനമൊഴിഞ്ഞതോടെ കേസ് നടത്തിപ്പിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഹൈക്കോടതിയിലും വിജയം നേടിയിരിക്കുകയാണ് സംഘം. സംസ്ഥാന സർക്കാർ വലിയ താല്പര്യം കാണിക്കാതിരുന്ന കേസായിട്ടും പ്രോസിക്യൂഷന് വിജയം നേടാനായത് ഇവരുടെ ആത്മാർത്ഥ ശ്രമം കൊണ്ട് മാത്രമാണ്. കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും കാസർഗോഡ് DCC പ്രസിഡന്റുമായിരുന്ന പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് CK ശ്രീധരൻ ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞ ഹൈക്കോടതിയിൽ അപ്പീൽ വാദം തുടങ്ങാനിരിക്കെ ചുമതലകളിൽ നിന്ന് ഒഴിവാവുകയായിരുന്നു. അദ്ദേഹം CPM-മായി ചേർന്ന് പ്രവർത്തിക്കാനും തീരുമാനിച്ചു. 2023 സെപ്റ്റംബർ 4 മുതൽ 5 മാസത്തോളം എല്ലാ ഭാഗത്തിന്റെയും വിശദമായ വാദം കേട്ട ശേഷമാണ് ഹൈക്കോടതി അന്തിമ വിധിയിലെത്തിയത്. കേസിലെ 5-ാം സാക്ഷിയായ KK രമയും 6-ാം സാക്ഷി അച്യുതനുമാണ് CPM-ന് TPയോട് ശത്രുതയുള്ളതായി മൊഴി നൽകിയത്. ആക്രമിക്കുന്നതിന് 4 മാസം മുമ്പ് സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പുമായി കത്ത് ലഭിച്ച കാര്യം രമ കോടതിയിൽ പറഞ്ഞു. താൻ മുൻപ് പ്രവർത്തിച്ച പാർട്ടി തീരുമാനിച്ച കാര്യം നടപ്പാക്കാതെ പിന്മാറില്ല എന്നും തനിക്ക് എന്തെങ്കിലും പറ്റിയാൽ അത് KC രാമചന്ദ്രൻ KK കൃഷ്ണൻ അടങ്ങിയ പ്രതികൾ അറിഞ്ഞുകൊണ്ടായിരിക്കുമെന്നും TP പറഞ്ഞിരുന്നതായി രമ മൊഴി നൽകി. വധിക്കപ്പെടുന്നതിന് ഒരാഴ്ച മുമ്പാണ് TP ഇക്കാര്യം പറഞ്ഞിരുന്നത് എന്നും രമ മൊഴി നൽകിയിരുന്നു. വിചാരണ കോടതിയുടെ ശിക്ഷാവിധി ശരിവെച്ച ഹൈക്കോടതി കൂടുതൽ കുറ്റങ്ങൾ കൂടി ചുമത്തിയാണ് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. വിചാരണ കോടതി കണ്ടെത്തിയ എല്ലാ കുറ്റങ്ങളും ശരിവെക്കുന്നതായി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിൽ പറയുന്നു. കൂടാതെ 6 പേർക്കെതിരെ ഗൂഢാലോചന കുറ്റം ഹൈക്കോടതിയും ചുമത്തി. കൊലപാതകത്തിന് ഉപയോഗിച്ച ഇന്നോവ കാർ സംഘടിപ്പിച്ച 18-ാം പ്രതി റഫീഖിന് വാഹനം കൊലപാതകത്തിന് ഉപയോഗിക്കാനാണെന്ന് അറിയാമായിരുന്നുവെന്ന ഉത്തരവ് ഹൈക്കോടതി ശരിവെച്ചു. അതുകൊണ്ട് തന്നെ കൊലപാതക കുറ്റത്തിന് വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തം ശിക്ഷയ്ക്ക് അർഹനാണ്. അതേസമയം വ്യാജരേഖയുണ്ടാക്കി എന്നതിന് തെളിവില്ലാത്തതിനാൽ കുറ്റം ചുമത്താനാവില്ല. ആയുധങ്ങൾ ഒളിപ്പിച്ചുവെന്ന കുറ്റം 31-ാം പ്രതി പ്രദീപിനെതിരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ തെളിവ് നശിപ്പിച്ചെന്ന കണ്ടെത്തൽ ശരിയാണ്. അതേസമയം 6-ാം പ്രതിയെ ആശുപത്രിയിൽ എത്തിച്ച് തെറ്റായ വിവരം നൽകി എന്നതിന് തെളിവില്ലാത്തതിനാൽ ബന്ധപ്പെട്ട കുറ്റം ചുമത്താനാവില്ല. വിട്ടയക്കപ്പെട്ടവരുടെ കാര്യത്തിലും വിചാരണ കോടതിയുടെ നിലപാടിൽ തെറ്റില്ല എന്നും
പ്രതി ചേർക്കാൻ മതിയായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. പുതുതായി പ്രതി ചേർത്ത കെ കൃഷ്ണനും ജ്യോതിബാബുവും മറ്റു പ്രതികൾക്ക് നൽകിയ ശിക്ഷയ്ക്ക് അർഹരാണെങ്കിലും പ്രായാധിക്യവും ആരോഗ്യസ്ഥിതിയും കണക്കിലെടുത്താണ് ജീവപര്യന്തം മാത്രമാക്കി ചുരുക്കുന്നത്. ശിക്ഷാ ഇളവ് അവകാശം റദ്ദാക്കാതെയാണ് ജീവപര്യന്തം വിധിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധ നേടിയ TP ചന്ദ്രശേഖരൻ വധക്കേസിന്റെ കോടതി നടപടികൾ വൻ മാധ്യമ ശ്രദ്ധയാണ് ആകർഷിച്ചത്. 2012 ഓഗസ്റ്റ് 13 76 പേരെ പ്രതിയാക്കി വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം നൽകിയത് മുതൽ കേസ് മുഴുവനായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 2012 നവംബർ 15 മാറാട് പ്രത്യേക അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ തുടങ്ങിയതോടെ കനത്ത കാവലിൽ പ്രതികളെ എരഞ്ഞിപ്പാലത്തെ കോടതിയിൽ എത്തിക്കുന്നതും അവർ പോകുന്ന വഴികളുമെല്ലാം മാധ്യമങ്ങൾ പിന്തുടർന്നു. വിചാരണ കോടതി നടപടികൾ ഇത്ര വിശദമായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംഭവവും സംസ്ഥാനത്ത് ആദ്യമായിരുന്നു. 2013 ജൂലൈ 31 സാക്ഷി വിസ്താരം പൂർത്തിയായി 2014 ജനുവരി 28 വിധി വരും വരെ കോടതിയിലെ ഓരോ നടപടികളും പൂർണ്ണമായി റിപ്പോർട്ട് ചെയ്തിരുന്നു. കൊലയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം TP കേസ് ചർച്ചയായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ രമ സ്ഥാനാർത്ഥിയായതോടെ കൊലപാതകം വലിയ ചർച്ചയായി മാറി. ചൊവ്വാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളുടെ പ്രതികരണം വരുന്നതിനിടെ ശിക്ഷ വർദ്ധിപ്പിച്ചുള്ള കോടതി വിധി കൂടി വന്നതോടെ CPM അതൊരു തിരിച്ചടിയാവുകയാണ്.